ഒന്നൊഴിയാതെ അടുത്ത നടപടികളിലേക്ക് വളരെ ശുഷ്കാന്തിയോടെ സർക്കാർ പ്രവർത്തിക്കുകയാണ്. പോലീസ് മാത്രമല്ല, ഇങ്ങനെയൊരു കേസുണ്ടാക്കുന്നു, പിന്നെ സാങ്കേതികത്വം പറയാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണടക്കം ഇങ്ങനെയൊരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ സർവീസ് റൂൾ അനുസരിച്ച് പിന്നെ സസ്പെൻഷനിലേക്ക് സ്വാഭാവിക നടപടിക്രമം നിലയിൽ പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഇവർക്ക് വിശദീകരിക്കാം. പക്ഷേ ഒന്നൊഴിയാതെ നിങ്ങൾ ആക്രമിക്കപ്പെടുകയല്ലേ? ഇത്ര വിരോധം എന്തിനാണ് ഒരു ഭരണാധിപന് നിങ്ങളോട് തോന്നേണ്ടത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവിടുത്തെ സസ്പെൻഷൻ മാത്രം മതി ഇതിലുള്ള ദുരുദ്ദേശം തെളിയിക്കാൻ. അല്ലെങ്കിൽ ഈ സമയത്ത് അത് ഉയർത്തിക്കൊണ്ട് വരേണ്ട എന്ത് കാര്യമാണുള്ളത്? അവിടുത്തെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സീഡിറ്റിലെ ഉദ്യോഗം അവനെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ അവൻ തന്നെ അത് ഉപേക്ഷിച്ചതാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ സമയത്ത് അതിനും കൂടെ ഉന്നയിച്ചുകൊണ്ട് വന്നത് ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട്, അതായത് ദുരുദ്ദേശം തെളിയിക്കുന്ന കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവനെ ഏതെങ്കിലും വിധത്തിൽ അതിൽ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതിന് ഈ ഒരൊറ്റ കാരണം മാത്രം മതിയല്ലോ. അല്ലെ ഇതേവരെ ഉണ്ടാതിരുന്ന് ഇപ്പം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണെന്നുള്ളത് എടുത്താൽ മതി. അങ്ങനെ ഏത് വിധേനയും കെ എം ഷാജഹാനെ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശമാണ് ചീഫ് മിനിസ്റ്റർക്കുള്ളതിന് ഇതിൽ കൂടുതൽ യാതൊരു തെളിവും വേണ്ട. കെ എം ഷാജഹാൻ്റെ പേരിൽ യാതൊരു ആരോപണവും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവൻ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്നുള്ള കാര്യം തീർച്ച. അവനെ തീർത്തും വൈരനിര്യാതനം എന്ന ഉദ്ദേശം മാത്രം ലക്ഷ്യമാക്കി ജയിലിലടച്ചിരിക്കുകയാണ്. ജയിലിൽ കിടന്ന് പഠിക്കാനും ജയിലിൽ നിന്ന് പരീക്ഷയ്ക്ക് എഴുതാനും ഒന്നും ഇതുവരെ എനിക്ക് തോന്നുന്നു ആർക്കും വേണ്ടി വരാത്ത വിധത്തിൽ അവനെ പ്രേരിപ്പിക്കുന്നത് മുഴുവൻ ഇതെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. അത് അവനോടുള്ള വൈരനിര്യാതനം മാത്രമാണ്. അവൻ ഈ കാര്യത്തിൽ തീർത്തും നിരപരാധിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടാൻ അവന് ഒരു കാരണവശാലും സാധ്യതയില്ല. അവനതിന് സാധിക്കുകയില്ല, ഇനിയുള്ള കാലത്തും സാധിക്കുകയില്ല എന്ന് ഈ അമ്മയായ എൽത്തങ്കമ്മയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവൻ വൈരനിര്യാതനത്തിന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, എനിക്ക് മറ്റ് യാതൊരു പോംവഴിയുമില്ല. ഇനി ഇതിൽ നിന്ന് അവനെ നാളെ അവൻ മോചിതനാകുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതെന്താ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഉറപ്പില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടില്ല, ഇല്ലാത്ത ഓരോരോ കാരണങ്ങൾ പുതിയതായി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ആരോപണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഒന്നില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് അവനെ പിടികൂടണമെന്നുള്ള ലക്ഷ്യം അങ്ങേയറ്റം വ്യക്തമാകത്തക്ക വിധത്തിൽ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. അതുകൊണ്ട് നാളെ ഈ കാര്യത്തിൽ ഞാൻ ശുഭപ്രതീക്ഷയുണ്ട്. എനിക്ക് ജാമ്യം കിട്ടി അവൻ പുറത്തു വരുമെന്നും എൻ്റെ അടുത്ത് വരുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട്. അത് നടക്കട്ടെ, നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നടക്കാതിരുന്നാൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഇപ്പോൾ രണ്ടാം ദിവസം എത്തിയിരിക്കുന്ന എൻ്റെ നിരാഹാര സമരം കണ്ടിന്യൂ ചെയ്യും, ഞാൻ തുടരും. അത് ഞാനും എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ എല്ലാ സഹകരണത്തോടെ ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലേക്ക് ഇതിനു വേണ്ടി നീങ്ങുമെന്നുള്ള കാര്യത്തിന് അത് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. അതല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ ഈ 79 വയസ്സുകാരിയായ തങ്കമ്മയ്ക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള വിവരം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കറിയാം അങ്ങയുടെ അനാരോഗ്യം. ഒരു കാര്യം കൂടി, സ്വന്തം വീട് ഒരു സമരകേന്ദ്രമാക്കിയ, സ്വയം ഒരു സമരരൂപം ആക്കി താങ്കളെ മാറ്റിയ പിണറായി വിജയന് മനസ്സിൽ എന്താണ് സ്ഥാനം? താങ്കളുടെ എന്താണ് താങ്കളെ സംബന്ധിച്ച് പിണറായി വിജയൻ? ലോകം കണ്ടിട്ടുള്ളതിൽ എൻ്റെ പരിചയത്തിൽ എൻ്റെ അറിവിലുള്ള ഏറ്റവും ക്രൂരനും ദയാവിഹീനനുമായ ഡിക്റ്റേറ്ററാണ് പിണറായി വിജയൻ ഈ തങ്കമ്മയുടെ അഭിപ്രായത്തിൽ. അതിലൊരു സംശയവുമില്ല. ഞാൻ 79 വയസ്സുകാരിയാണ്. എല്ലാ ഗവൺമെൻറ്റുകളുടെയും കീഴിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. EMS മുതൽ ഇങ്ങോട്ടുള്ള സകല മുഖ്യമന്ത്രിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ പലരെയും പരിചയമുണ്ട്. എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും പലരെയും വ്യക്തിപരമായിട്ടും പലരെയും എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ ഉള്ള അനുഭവമുള്ള ആൾക്ക് തീർത്ത് പറയാൻ കഴിയും, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മുഖ്യമന്ത്രിമാരിൽ വെച്ചും ഏറ്റവും നിർദ്ദയനും ക്രൂരനും ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. അതേ കാര്യത്തിൽ ഒരു സംശയമില്ല. 1938 ജനിച്ച എനിക്ക് ഈ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് ഒന്നുകൂടെ തറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകരനായ മുഖ്യമന്ത്രിയാണ്, ഡിക്റ്റേറ്ററായ മുഖ്യമന്ത്രിയാണ്. വൈരനിര്യാതനം ഇത്രയും കൂടുതലായിട്ടുണ്ട്. ഏത് വിധത്തിലും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീമതി എൽ തങ്കമ്മ, ഈ അനാരോഗ്യ സാഹചര്യത്തിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള വീര്യം കാട്ടിയതിന് നന്ദി. ശ്രീ KS മധുസൂദൻ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കരാറിലെ 10 വ്യവസ്ഥകളിൽ 7ാമത്തെ വ്യവസ്ഥ,
സമരത്തിന് ജിഷ്ണു പ്രണോയിയുടെ കുടുംബവും സുഹൃത്തുക്കളും പുറമേ എം ഷാജർ ഖാൻ, മിനി, ശ്രീകുമാർ എന്നിവരല്ലാതെ മറ്റാരും പങ്കെടുത്തിട്ടില്ല എന്ന് ഉറപ്പു നൽകുന്നു. ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്തും. സ്വാമി ഹിമവൽ ഭദ്രാനന്ദയെയും കെ എം ഷാജഹാനെയും അറിയില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ് സർ? ഇവരാണ് ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരായിരിക്കുന്നത്, സർക്കാരിനെയും അത് ബോധ്യപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണോ ഒന്നാമത്തെ ചോദ്യം. 2, അങ്ങനെ സർക്കാരിന് ബോധ്യമാകാനുള്ള എന്ത് സംവിധാനമാണ് ഈ പാവങ്ങൾക്കുള്ളത്? അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വ്യവസ്ഥയായി മാറിയത്? ഇതിൻ്റെ സാധുത എന്താണ്? ഇതിൻ്റെ സാങ്കത്യം എന്താണ്? ശ്രീ മധുസൂദൻ, ഇത് ഗൂഢാലോചന ഇല്ല എന്നതിന് പരസ്യമായ ഒരു തെളിവായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നേരത്തെ വിഷ്ണു ചൂണ്ടിക്കാണിച്ച ഒന്നുണ്ട്. ഒരു ഗൂഢാലോചനയ്ക്ക് ഒന്നിലേറെ ആൾ വേണം. അതോടൊപ്പം തന്നെ ഗൂഢാലോചന എന്നത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ശരിയായ പ്രവർത്തനം കുറ്റകരമായി ചെയ്യുന്നതിനെയാണ് നാം ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് കുറ്റകൃത്യം? ഈ 14 പേര് നേരത്തെ റിസർവ് ചെയ്ത് ലോഡ്ജിൽ വന്ന് ലോഡ്ജിൽ നിന്ന് സംഭവ സ്ഥലത്തേക്ക് വന്ന് അതിൽ 6 പേര് ആദ്യം കാണാൻ പോവുകയും അവരോടൊപ്പം അവരെ അനുഗമിക്കാൻ ബാക്കിയുള്ളവരും വരുന്നു. അപ്പോൾ ഇവിടെ കണ്ടതുപോലെ ഈ മറ്റ് 2 പേര് ഇവരറിയില്ല. ഷാജഹാനെയും ഭദ്രാനന്ദനെയും ഇവരറിയില്ല. ഷാജഹാനും ഭദ്രാനന്ദനും അവിടെ വെച്ച് എന്തെങ്കിലും സംസാരിച്ചു എന്ന് ഏതെങ്കിലും വിഷ്വൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർക്കൊരു കേസുമില്ല. അപ്പോൾ ഒന്നിലേറെ ആളുകളുമായിട്ട് ഒരു ഗൂഢാലോചന നടത്തിയെന്ന് പറയുമ്പോൾ ഒരു ഗൂഢാലോചനയുടെ പ്രാഥമികമായ വിഷയം എന്താണ്? എവിടെ വെച്ച്, എന്ന്, എപ്പോൾ? ഇത് കുഞ്ഞിക്കണ്ണൻ പറയേണ്ടതാണ്. അങ്ങനെ പറയാൻ ഒരുപക്ഷെ കുഞ്ഞിക്കണ്ണന് പറയാം ഗൂഢാലോചന എന്നത് ഗൂഢമായ ആലോചനയാണ്, അതിന് പ്രത്യക്ഷമായ തെളിവുകൾ കിട്ടില്ല, അതെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തപ്പെടേണ്ടതാണെന്നെല്ലാം പറയാം. പക്ഷേ ഇവിടെ പ്രായോഗികമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുക, പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്താണ്? ഇവിടെ ഒരു സമരത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായ അദ്ദേഹം വരുന്നു. ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഗൂഢാലോചന ഷാജഹാനോട് മാത്രമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ? നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ 7ാമത്തെ ക്ലോസ് പ്രകാരം ഈ 14 പേർക്ക് ഇവരുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്തവരായിട്ട് എങ്ങനെയാണ് ഗൂഢമായിട്ട് ആലോചിക്കാൻ കഴിയുക? എവിടെയാണ് ഇവർ തമ്മിലുള്ള സംസാരം? ഐജിയുടെ റിപ്പോർട്ട് അടക്കം വരുന്നത് ഈ 16 പേരെ കയറ്റണമെന്ന് ആദ്യം പറയുന്നു. പിന്നെ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരും അതിനിടയിലൂടെ കയറാൻ ശ്രമിക്കുന്നു. ആ സാഹചര്യം ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുമെന്നതുകൊണ്ട് തടയാൻ പോലീസ് ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് ഐജിയുടെ റിപ്പോർട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, ഐജി ദീർഘദർശനം നടത്തുകയാണ്. ഇവർ ഈ ബഹളമെല്ലാം ഉണ്ടാക്കിയാൽ പോലീസുകാർ വഴങ്ങിക്കൊടുത്താൽ DGPയുടെ മുറിയിലേക്ക് പോകും. അവിടെ കുത്തിയിരുന്ന ഒരു സമരത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. ഏത്? ഈ നുഴഞ്ഞുകയറ്റക്കാർ. ഈ നുഴഞ്ഞുകയറ്റക്കാരെന്നിവർ വിശേഷിപ്പിക്കുന്ന ആളുകളെ തന്നെ മഹിജയ്ക്കും ശ്രീജിത്തിനുമൊന്നും അറിയില്ല എന്നവർ പറയുകയാണ്. അതിപ്പോൾ ഈ വ്യവസ്ഥ പ്രകാരം കോടതി സർക്കാർ അംഗീകരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ഐജിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ഈ പറയുന്ന മലപ്പുറത്താണല്ലോ ഏറ്റവും വലിയ മോഹഭംഗം ഇവർ സംശയിക്കുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൊക്കെ മലപ്പുറത്ത് നാട് മുഴുവൻ നടന്ന് പറയുകയാണ് ഇങ്ങനെ ഈ ഐജിയുടെ റിപ്പോർട്ടിൻ്റെ പിൻബലം വെച്ചുകൊണ്ട്. ആ ഐജിയുടെ റിപ്പോർട്ടിനെ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് സ്വയം റദ്ദാക്കുകയാണ് പിണറായി വിജയൻ. ഒരൊറ്റ അഭ്യർത്ഥനയാണ് മഹിജയോട്, ആ പുതുതായി ഒരു പരാതി ഇങ്ങ് തരൂ, പുതുതായി പരാതി അവർ കൊടുക്കുന്നു. ADGP നിതിൻ അഗർവാൾ അന്വേഷിക്കുമെന്ന് പറയുന്നു. ഈ മുഖ്യമന്ത്രി സ്വയം എത്ര വട്ടമാണ് ഇങ്ങനെ റദ്ദ് ചെയ്ത് സ്വന്തം സാങ്കത്യം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്? ശ്രീ KS മധുസൂദൻ. വേണു, അവിടെ 7ാമത്തെ ക്ലോസിൻ്റെ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ച ആ വാദമൊന്ന് പരിശോധിച്ചാൽ മതി. അവിടെ പോലീസ് അവരുടെ ജാമ്യാപേക്ഷ എതിർക്കുകയും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട് വാങ്ങുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു. ഷാജഹാൻ്റെ കാര്യത്തിൽ കോടതി ജാമ്യം കസ്റ്റഡി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അത് ശുഭോദർക്കമായ ഒന്നാണ്. ഇവിടെ കാണേണ്ടത് ഈ പറയുന്ന ഷാജഹാനും മറ്റു 2 പേർക്കും, മിനിക്കും
ശ്രീകുമാറിനും യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ, ഗൂഢാലോചനയുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? ഒരുപക്ഷെ ജാമ്യ ഹർജി വരണ സമയത്ത് ഞങ്ങൾക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പലപ്പോഴും ഒടക്ക് ഹർജി എന്ന് പറയും കോടതിയിൽ. അത്തരത്തിലുള്ള ഒടക്ക് ഹർജിയാണ് ഈ കാര്യത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ നാളെ തന്നെ കോടതി കൊണ്ടുപോയിട്ട് ഷാജഹാനെ കസ്റ്റഡിയിൽ കിട്ടിയില്ല, അതുകൊണ്ട് അടിയന്തരമായിട്ട് മജിസ്ട്രേറ്റ് ജാമ്യ ഹർജി പരിശോധിക്കുന്നത് മാറ്റിവെക്കണമെന്ന് പറയാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റില്ല. കോടതി അത് പ്രത്യേകം കണ്ടിട്ടുണ്ട്, നടപടിയാണ് കോടതി പ്രത്യേകം കണ്ടിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വിട്ടില്ല എന്ന് മാത്രമല്ല, കൃത്യം സമയവും നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, കോടതി പറഞ്ഞിരിക്കുന്നത് അത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമേ സാധ്യമാകൂ എന്നുമാണ്. ശ്രീ പി എ പൗരൻ, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ പി എ പൗരൻ, ഇവിടെ ഈ നുഴഞ്ഞുകയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനം അവിടെ ഒരു സംഘർഷമുണ്ടായിട്ടില്ല, മഹിജി അടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നത് പറഞ്ഞുകൊണ്ടാണല്ലോ. അതായിരുന്നു ആദ്യത്തെ ഇവരുടെ ശക്തമായ നിലപാട്. അതുകൊണ്ടാണ് നുഴഞ്ഞുകയറ്റത്തിന് ഇത്രയും ഒരു പ്രാമാണികത ഇവർ കൽപ്പിച്ചു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നിതിൻ അഗർവാൾ മഹിജയുടെ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രി ഒരു പിൻവാങ്ങൽ നടത്തുകയാണ്. ആക്രമണം ഉണ്ടായിട്ടുണ്ടാകാം, കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടാകാം, പരിക്ക് പറ്റിയിട്ടുണ്ടാകാം. ആ കാര്യത്തിൽ അന്വേഷിച്ച് അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നു, അവിടെ ഒരു കയ്യേറ്റം ഉണ്ടായിരിക്കുന്നു, അവിടെ ഒരു തടയലുണ്ടായിരിക്കുന്നു, അവിടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ കാഴ്ചക്കാരനായി നിന്ന ഒരു വ്യക്തി, ഇനി ഒരു പൊതുപ്രവർത്തകൻ, ഈ രണ്ടു പേർ സാന്ദർഭികമായി അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്നതുകൂടി വരികയാണ് എങ്കിൽ പിന്നെ പിണറായി വിജയൻ്റെ വാദഗതികളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. ചുരുക്കത്തിൽ ഈ ഏഴാമത്തെ വ്യവസ്ഥയും നിതിൻ അഗർവാളിനെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കേണ്ട ഗതികേടും ഈ ഗൂഢാലോചനാ സിദ്ധാന്തം 8 നിലയിൽ ഇനി തകരാനിരിക്കുന്നു എന്നതിൻ്റെ സർക്കാരിൻ്റെ തന്നെ സമ്മതപത്രമല്ലേ ശ്രീ പി എ പൗരൻ? ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ സർക്കാരിൻ്റെ പ്രതീതി പോലെ, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ ഒരു പ്രതീതി പോലെയാണ് ഇവിടെ സംസാരിച്ച് കണ്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഇവിടെ 120B അനുസരിച്ച് കേസെടുത്തിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രൂപത്തിലാണ് അവസാനിപ്പിക്കുകയും ചെയ്തത്. വാസ്തവത്തിൽ കെ ടി കുഞ്ഞിക്കണ്ണൻ അതിന് അഭിമാനപൂർവ്വം പറഞ്ഞത്, കഴിഞ്ഞ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ 12 കേസിൽ ഇതേപോലെയുള്ള കേസുകളിൽ ഞാൻ എന്നെ പ്രതിയാക്കി. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇതേപോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരെയെല്ലാം പുതിയ ഒരു ഭരണം വരുമ്പോൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അവരുടെ പേരിലെല്ലാം കേസ് ചാർജ് ചെയ്യട്ടെ, അങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണമാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഇന്ത്യയിൽ ഇന്നും ഒരു ഭരണഘടന നിലവിലുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ നടപ്പിലാക്കുന്നതായിട്ട് നമുക്ക് അറിവുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഷാജഹാനെ പോലെയുള്ള, അല്ലെങ്കിൽ ഷാജഹാനെ പോലെയുള്ള, അല്ലെങ്കിൽ ബദ്രാനന്ദെ പോലെയുള്ളവർക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ, തിരുവനന്തപുരത്ത് വഴുതക്കാട് കൂടി നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഷാജഹാൻ ഉപയോഗിച്ചത്, മറ്റുള്ളവർ ഉപയോഗിച്ചത്. പക്ഷേ പെട്ടെന്ന് ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് തൻ്റെ നിലനിർത്തുവാൻ വേണ്ടി, തൻ്റെ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടിയിട്ടും ഇന്നത്തെ ഗവൺമെൻറ്റിന് യാതൊരു പരിക്കും ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗൂഢാലോചന നടന്നു. അതുകൊണ്ട് തൻ്റെ എതിരാളിയായിരുന്ന, ഇപ്പോഴും എതിരാളിയായിരിക്കുന്ന ഷാജഹാൻ്റെ പേരിൽ 120B കേസ് ചാർജ് ചെയ്യണമെന്നുള്ളത് ഭരണതലത്തിലെടുത്ത ഒരു തീരുമാനമാണ്. അത് പോലീസും LDFിലെ ചില നേതാക്കന്മാരും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടന്നത് DGP ഓഫീസിലായിരിക്കണം. അതിന് നേതൃത്വം കൊടുത്തത് മനോജ് എബ്രാഹിമിനെ പോലെയുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ, IG-യുടെ റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത് ലജ്ജാകരമാണ്, ദുഃഖകരമാണ്. അദ്ദേഹം ആ ചെറിയ കുട്ടികളോട് പോലും ഇടപെട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു. കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് IG റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇത്ര മോശമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി, ആ ഭാവപ്രകടനവും ബോഡി ലാംഗ്വേജും കണ്ടാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ആലോചിക്കേണ്ടത്, കെ ടി കുഞ്ഞിക്കണ്ണനെ പോലെ സാമൂഹ്യ രംഗത്ത് വളരെ കാലം പ്രവർത്തിച്ച്, രാഷ്ട്രീയ രംഗത്ത് വളരെ കാലം പ്രവർത്തിച്ചിട്ടുള്ള
ഒരു കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ പോലും നിലപാട് 120B കേസ് ചാർജ് ചെയ്യട്ടെ, എത്ര പേരെങ്കിലും അവർ ഇന്നസെൻ്റ് ആണ്, കുറ്റം ചെയ്യാത്തവരാണെന്നുള്ളത് കോടതിയിൽ തെളിയിക്കട്ടെ, അതുവരെ ജയിലിൽ കിടക്കട്ടെ, അവരെ ജോലി പോകട്ടെ. ഈ രൂപത്തിലാണ് കെ ടി കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ഇടതുപക്ഷക്കാർ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ ഇവിടെ അടിയന്തരാവസ്ഥയേക്കാൾ മോശമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ കൊണ്ടുവരുവാനാണ് പിണറായി വിജയനും ഇടതുപക്ഷവും ചിന്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് ഇവിടെ തങ്കമ്മയെ പോലെയുള്ളവർ സ്വീകരിച്ചത്. അഭിമാനിക്കണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശക്തിവേലിന്റെ ജാമ്യാപേക്ഷയ്ക്ക് മുന്നിൽ ശക്തിക്ഷയമുണ്ടായത് എന്തുകൊണ്ട് സർക്കാരിന്. ഇടവേളയ്ക്ക് ശേഷം.